മൂന്നാമത്തെ ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മോനെ അബൂദർറേ വ അമറനി അൻ നസിലർ റഹിം വ ഇൻ അദ്ബറത്. മോനെ കുടുംബം ബന്ധം നന്നായി ചേർക്കണം. അവര് നിന്നോട് ബന്ധം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, നിന്റെ ഭാഗം നീ ക്ലിയർ ആക്കണം, നിന്റെ ഭാഗം നീ ക്ലിയർ ചെയ്യണം. എത്ര മഹത്വം നമുക്കുണ്ടെങ്കിലും കുടുംബബന്ധം പുലർത്തുന്ന നന്മയേക്കാൾ മുകളിൽ പറക്കുന്ന ഒരു നന്മയും നമുക്ക് ചെയ്യാൻ പറ്റൂല. എങ്ങനെ? ഒരാൾക്ക് ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് ഖൈറാത്ത് അയാൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അയാൾ കുടുംബബന്ധം പുലർത്തുന്ന ആളല്ല, കുടുംബബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയ ആളാണ്. എല്ലാം പോയി. നമുക്ക് കുടുംബബന്ധം പുലർത്തുക എന്ന നന്മയുടെ മുകളിൽ പറക്കാൻ മാത്രം ശക്തിയുള്ള ഒരു നന്മയും നമുക്ക് ഈ ദുനിയാവിൽ ചെയ്യാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട് ഇഖ്റ ബിസ്മി ഒക്കെ കിട്ടി ബേജാറൊക്കെ ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ഉമ്മാന്റെ അടുത്തേക്ക് വന്ന് അന്തരീക്ഷമൊക്കെ ഒന്ന് ശാന്തമായപ്പോൾ ഖദീജ ബീവി ചോദിച്ചല്ലോ, എന്താ ഇപ്പം ഉണ്ടായത്? കണ്ട വിവരവും കേട്ടതൊക്കെ പറഞ്ഞു. ഓഹ് അതാണോ? വല്ലാഹി ലാ യുഹ്സികല്ലാഹു അബദാ, തങ്ങൾ അല്ലാഹു കൈവിടൂല. ബിക്കോസ് അതിന്റെ കാരണം എന്താ പറഞ്ഞറിയാ? ഇന്നക ലതസിലുർ റഹിമ, തങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. അതെന്താ ശരിക്കും ഇത് ഖദീജ ബീവി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ടല്ല, നബി തങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ടല്ലേ? ജാഹിലിയ കാലത്ത് തന്നെ അറിയപ്പെട്ട ഒരു നന്മയാ കുടുംബബന്ധം പുലർത്തുന്ന ആളെ റബ്ബ് കൈവിടൂല. ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു നന്മ സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിൽ ഉറപ്പായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും, നന്മയാണെങ്കിൽ. ഹംസ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ആ മുറിവും ആ വേദനയൊക്കെ കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുപോയി. നബി തങ്ങൾ ജീവിതത്തിൽ കരഞ്ഞ നിമിഷങ്ങളെ കുറിച്ച് മാത്രം കിതാബുണ്ടല്ലോ, മവാഖിഫുൻ ബക്കാ ഫീഹൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ തങ്ങൾ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഹംസ റളിയല്ലാഹു കൊല്ലപ്പെട്ടപ്പോഴാണ്. കാരണം ചാട്ടൂളി എറിഞ്ഞിട്ട് ഹംസ റളിയല്ലാഹുവിനെ ശത്രുക്കൾ വീഴ്ത്തി. വീണതിന് ശേഷം ശത്രുക്കൾ ഓടിപ്പോയിട്ട് ഹംസ റളിയല്ലാഹുവിന്റെ കൈ കാലുകൾ ചവിട്ടി, പെടക്കാൻ പോലും അനുവദിക്കാതെ വലിയ കത്തി എടുത്തിട്ട് കഴുത്തറക്കുമ്പോൾ തന്നെ മഹാനവറുകളുടെ കഴുത്ത് മുതൽ പൊക്കിൾ വരെ അവർ വലിച്ച് കീറിയത്ര. ഈ ഈർച്ച വാളെടുത്തിട്ട് തീർന്നിട്ടില്ല അവരുടെ അരീക്ഷം. മഹാനവറുകളുടെ ഈ കീറിയ ഭാഗം, രണ്ട് ഭാഗം വയറിന്റെ തൊലി പിടിച്ചു കീറിയവര്, ചെവിയും കണ്ണും മുറിച്ചെടുത്തു. എന്നിട്ടാണ് കരൾ ചവച്ച് തുപ്പണത്. ഇത് കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുപോയി. കരയുന്ന സമയത്ത് അവിടുന്ന് പറയുന്നുണ്ട്, യാ ഹംസ യാ അമ്മൽ മുസ്തഫ. അവിടുന്ന് പ്രത്യേകം ആ കരയുന്ന ഘട്ടത്തിലും പറഞ്ഞെന്താ പറയാ, ഇന്നക വസൂലല്ലി റഹിമി, ഹംസ തങ്ങളെ നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളല്ലേ എന്ന്. എന്താ വേറെ ഒരു നന്മ പറയാതെ ഇതന്നെ പറയണത്? അതിന് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഒരു വ്യാഖ്യാനം കൊണ്ടുവരുന്നുണ്ട്. അസ്നൽ മത്വാലിബ് ഫീ സുലത്തിൽ അഖാരിബ് എന്നാണ് ഇബ്നു ഹജർ ഹൈത്തമി തങ്ങളുടെ പ്രൗഢമായ ആ വിഷയത്തിലുള്ള കിതാബ്. PDF സോഫ്റ്റ് ആൻഡ് ഹാർഡ് കോപ്പി അവൈലബിൾ ആണ്. ആ കിതാബിൽ കാണാം, അത്രയും വലിയ നന്മയായതുകൊണ്ടാണ് ഹംസ തങ്ങൾക്ക് അങ്ങനെ ഒരു വിലാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചേർത്തി കൊടുക്കണത്. എത്ര ഖാലി ഖുലാത്തായാലും എത്ര വലിയ മഹത്വം നമുക്കുണ്ടെങ്കിലും കുടുംബബന്ധം ചേർക്കുക എന്ന നന്മന്റെ മുകളിലൊന്നും ഒരു നന്മക്കും പറക്കാൻ കഴിയില്ല. അത് നമുക്കുണ്ടാവണം. അതിൽ നമ്മൾ നമ്പർ 1 ആയിരിക്കണം. പെങ്ങന്മാരെ പരിഗണിക്കണം, ജ്യേഷ്ഠന്മാരെ പരിഗണിക്കണം, അനുജന്മാരെ പരിഗണിക്കണം. ഇബ്നു ഹജർ തങ്ങൾ ആ കിതാബിൽ പറയുന്നുണ്ട്, ഉപ്പ ഉമ്മ മക്കളെ സ്നേഹിക്കണ പോലെ അനുജനെയും നമ്മൾ സ്നേഹിക്കണം. അപ്പോൾ നമ്മൾ അനുജൻ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് പൊട്ടിപ്പോയി, ഓൻ ആരോട് വെച്ചിട്ട് തുടങ്ങി? അങ്ങനെയല്ല. ഉമ്മയാണെങ്കിൽ ശരിക്കും അല്ലാഹ് എൻ്റെ മോനെ കടക്കാർ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഉള്ള സ്വർണം വിറ്റ് ഉപ്പ സ്ഥലവും വിറ്റിട്ട് എങ്ങനെയെങ്കിലും മക്കളെ രക്ഷപ്പെടുത്തും. ഇതേപോലെ ജ്യേഷ്ഠൻ അനുജനെ ഉപ്പയും ഉമ്മയും സ്നേഹിക്കണ പോലെ സ്നേഹിക്കണം. ശരിക്കും ഈ കുടുംബബന്ധത്തിലൊക്കെ വിള്ളൽ വീഴ്ത്തിയാൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിത്തറ എന്താന്ന് വെച്ചാൽ, ഒരു തെറ്റിന് ഭയങ്കര കുറ്റമുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റിന് ഭയങ്കര കൂലി ഉണ്ടാവും. ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് കുഫറാണ്. അപ്പൊ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഏറ്റവും വലിയ നന്മ ഈമാനാണ്. കുടുംബബന്ധം മുറിക്കുന്നവന്റെ ദുആ സ്വീകരിക്കൂല. അപ്പൊ അതിൻ്റെ ഓപ്പോസിറ്റ് എന്നാ? കുടുംബബന്ധം ചേർക്കുന്നവരുടെ ദുആ സ്വീകരിക്കും.
കുടുംബബന്ധം മുറിക്കുന്ന ആള് നരകത്തിലാണ്. അഥവാ ലാ യദ്ഖുലുൽ ജന്നത ഖാതിയുർ റഹീം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്നാ, കുടുംബബന്ധം പുലർത്തുന്ന ആള് സ്വർഗത്തിലെത്തും. അങ്ങനെ ഉണ്ടാവും ചില മനുഷ്യന്മാര്. ഇപ്പൊ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദാണ് എൻ്റെ ഷെയ്ഖ്. തസ്രീഹുൽ മന്ദിക്ക് മുതൽ സ്വഹീഹുൽ ബുഖാരി വരെ ഉസ്താദിൻ്റെ അടുത്താണ് ഓതാനുള്ള അവസരം കിട്ടിയത്. ഉസ്താദിനെ കുറിച്ച് ആരോട് ചോദിച്ചാലും, ഉസ്താദുമായിട്ട് കൂടുതൽ ബന്ധമുള്ള ആരോട് ചോദിച്ചാലും, പഴയകാല നേതാക്കള് ഓടൊക്കെ ചോദിച്ച ഉസ്താദിന് ഈ ബന്ധം പുലർത്തുന്നിടത്ത് റാങ്ക് നമ്പർ 1 ആയിരിക്കും. തോഫിനിഹായും മുഖിനിയൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ വിഷയം കേട്ടോ. കുടുംബം പെങ്ങന്മാരെ പരിഗണിക്കുന്നിടത്ത്, പേരക്കുട്ടികളെ പരിഗണിക്കുന്നിടത്ത് അത് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവണം. അത് നമുക്കുണ്ടാവണം. ആ മഹമ്മൂദ് ഹാജി മരിച്ചു അല്ലേ, മൂപ്പരുള്ള കാലത്ത് 5 പെങ്ങന്മാരാ. എങ്ങനെയായിരുന്നു നോക്കിയതല്ലേ. അങ്ങനെ വേണം നമുക്ക്, അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. നമ്മളെ പെങ്ങളെ കെട്ടിച്ചില്ലേ, അവളുടെ ഭർത്താവ് അവളെ നോക്കുന്നുണ്ടല്ലോ എന്നുള്ളതൊക്കെ ഉണ്ടായിക്കോട്ടെ, എന്നാലും നമ്മളെ പെങ്ങളോട് നമുക്ക് കൂടുതൽ സ്നേഹവും കമ്മിറ്റ്മെന്റും ഉണ്ടാവണം. അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം. ലോകം മൊത്തം നന്നാക്കുന്നതിൻ്റെ ഇടയിൽ കുടുംബത്തെ പരിഗണിക്കാൻ സമയമില്ലെങ്കിൽ പരാജയം തുടങ്ങുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. പരാജയം തുടങ്ങുന്നു. കുടുംബബന്ധം പുലർത്തുന്നവർക്ക് അള്ള കൊടുക്കുന്ന 10 നേട്ടങ്ങളെക്കുറിച്ച് അബുല്ലൈസു സമർക്കന്തി തങ്ങളുടെ തംബീഹുൽ ഗാഫിലീൻ ഉണ്ട്, ഒന്ന് വായിക്കണം, നല്ലതാണ്. ആ 10ാമത്തെ വായിച്ച് തീരുമ്പോഴേക്ക് നമ്മളിൽ ഒരു നിലപാട് തന്നെ രൂപപ്പെടും. കുടുംബത്തിൽപ്പെട്ട ഒരാൾ നമ്മളോട് എന്തെങ്കിലും സഹായം ചോദിച്ച് അത് കൊടുക്കാൻ നമുക്ക് കഴിവുണ്ടായിട്ടും നമ്മൾ ബ്ലോക്ക് ചെയ്താൽ, കൊടുക്കാതിരുന്നാൽ അതിനൊക്കെ ഉണ്ടാകുന്ന ശിക്ഷകളെക്കുറിച്ച് ഇബ്നു ഹജർ തങ്ങൾ അതിൽ വിവരിക്കുന്നുണ്ട്. നമ്മളെ പെങ്ങളൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിക്കേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇക്കൊക്കെ ഒന്ന് കാണാനൊക്കെ വന്നൂടെ. ഒന്നുമില്ല, എൻ്റെ ഭർത്താവ് ഉണ്ട്, ഗൾഫിലാണ്, ഒരു ചെലവിന് അയക്കുന്നുണ്ട്, എന്നാലും ഇടയ്ക്ക് എൻ്റെ മക്കളെയൊക്കെ ഒന്ന് കാണാൻ ഓർക്കൊക്കെ വന്നാൽ ആ ആഗ്രഹം നമ്മൾ പൂർത്തിയാക്കി കൊടുക്കുന്നില്ലേ? മൻ ഖതഅ റജാഅ മൻ ഇർതജാഉ ഖതഅ അല്ലാഹു റജാഅ യൗമൽ ഖിയാമ. നമ്മൾ അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് കുറേ കാര്യങ്ങൾ ആഗ്രഹിച്ചു പോന്നാൽ ഒന്നും കിട്ടാതെ പോകും. മൂത്തമ്മ ഇളയമാനൊക്കെ പരിഗണിക്കണം. അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മി എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം. ഇളയമ മൂത്തമ്മ മാറുന്ന ഉമ്മാന്റെ സ്ഥാനത്താ. അവിടെ ഫിഖ്ഹിൽ ഇങ്ങനെ ഒരു ചർച്ച വരുന്നുണ്ട്. ഉമ്മാനെ ബുദ്ധിമുട്ടിച്ച അതേ കുറ്റം തന്നെ ഇളയമ മൂത്തമ്മാരെ ബുദ്ധിമുട്ടിച്ചാൽ കിട്ടുമോ? ഇബ്നു ഹജർ തങ്ങളുടെ അഭിപ്രായത്തിൽ കിട്ടൂല. ശരി, അത് തന്നെയാണ്